ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 10 വരെയും 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷം ശ്രവിക്കേണ്ടവരുടെ എണ്ണം ധാരാളവും പ്രഘോഷിക്കപ്പെടേണ്ടവരുടെ എണ്ണം കുറവും എന്ന ഏതൊരു കാലഘട്ടത്തിൻ്റെയും അവസ്ഥയാണ് വിളവധികം വേലക്കാരോ ചുരുക്കം എന്ന വാക്യത്തിലൂടെ ഈശോ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഏതൊരു വിശ്വാസിയുടെയും ജീവിത ദൗത്യം സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ്. സുവിശേഷം പ്രഘോഷിക്കേണ്ടവർ എപ്രകാരമാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്? അവരുടെ ദൗത്യത്തിലൂടെ ആളുകൾക്ക് എന്താണ് ലഭിക്കുക? ഈ ദൗത്യത്തിന് എന്താണ് അവർക്കുള്ള പ്രതിഫലം? ലാളിത്യമാർന്ന ജീവിതശൈലിയിലൂടെ സുവിശേഷ പ്രഘോഷണം എന്നുള്ള ഏക ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുവാനാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവരെ ഈശോ ക്ഷണിക്കുന്നത്. സുവിശേഷം ശ്രവിക്കുന്നവർക്ക് സമഗ്ര വിമോചനമാണ് ലഭിക്കുക. ശാരീരികമായ സൗഖ്യവും ആത്മീയമായ വിടുതലും ഒപ്പം നിത്യജീവനും അവർക്ക് ലഭ്യമാകുന്നു. സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് ലഭിക്കുന്ന യഥാർത്ഥമായ പ്രതിഫലം അവരുടെ പേരുകൾ സ്വർഗത്തിൽ ചേർക്കപ്പെടും എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളെക്കാൾ, അത് രോഗസൗഖ്യമായിക്കൊള്ളട്ടെ, പിശാചിനെ പുറത്താക്കുന്നതായിക്കൊള്ളട്ടെ, അതിലും പ്രാധാന്യം അവർക്ക് നിത്യജീവൻ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം. സ്വർഗരാജ്യത്തിൽ പേരെഴുതി ചേർക്കപ്പെടുക എന്നുള്ളതായിരിക്കണം യഥാർത്ഥത്തിൽ സുവിശേഷ പ്രഘോഷകന്റെ ലക്ഷ്യം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്താണ്? ജീവിതത്തിന്റെ ഏത് തുറയിൽപ്പെട്ടവരാണ് എങ്കിലും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. നമ്മുടെ ജീവിതത്തിലൂടെ അത് പ്രാവർത്തികമാക്കണമെന്ന് ഈ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്, വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത് എന്ന വാക്യത്തിലൂടെ ഈ സുവിശേഷം ഏതൊരു ക്രൈസ്തവനെയും ലാളിത്യമാർന്ന ദൈവാശ്രയബോധമുള്ള ഒരു ജീവിതശൈലിയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ സമാധാനം ആശംസിക്കണം എന്ന വാക്യത്തിലൂടെ ചുറ്റും കണ്ടുമുട്ടുന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനാണ് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടത് എന്ന് ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നു. നിങ്ങൾ വീട് തോറും നടക്കരുത് എന്ന വാക്യത്തിലൂടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് ഈ സുവിശേഷം പഠിപ്പിക്കുന്നു. എത്ര മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാലും സ്വർഗരാജ്യത്തിൽ പേരെഴുതി ചേർക്കപ്പെടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, നിത്യജീവന അവകാശികളാകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. ആകയാൽ നമുക്ക് ലാളിത്യത്തോടെയും വിനയത്തോടെയും ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കുവാനുള്ള നമ്മുടെ ദൗത്യം നിറവേറ്റാം. നമ്മുടെ സന്തോഷം ഭൗതിക നേട്ടങ്ങളിലല്ല, ദൈവത്തിൻ്റെ സന്താനങ്ങളായിരിക്കുന്നതിലാണെന്ന് നമുക്ക് ഓർമ്മിക്കാം.